അസൂയ എന്നത് ഒരു സങ്കീർണമായ വികാരമാണ്. അത് വ്യത്യസ്ത രീതികളിൽ പ്രകടമാകാം. ഈ അടയാളങ്ങൾ കാര്യമായി സൂചിപ്പിക്കില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഒരാളുടെ പെരുമാറ്റത്തിൽ ഈ അടയാളങ്ങളിൽ പലതും നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത് അസൂയയുടെ ലക്ഷണ സൂചകമാകാം. നിങ്ങൾ എന്ത് വലിയ വിജയം നേടിയാലും ചെറുതാക്കി കാണിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ചെറുതാക്കി കാണിക്കും. എന്ത് കാര്യത്തിനും നിങ്ങളോട് എപ്പോഴും തർക്കിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കും. നിങ്ങളുടെ വിജയത്തിന്റെ ഒപ്പം വരാതെ പരാജയത്തിൽ ഒപ്പം കൂടി കുത്തി നോവിക്കും. അന്ധമായി ഒരു പക നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും. അസൂയ ആത്മാവിന്റെ കാരാഗ്രഹമാകുന്നു. അത് ദുഃഖത്തെ കാരാഗ്രഹമാക്കുന്നു. അത് ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ദേഹത്തെ കാർന്നു തിന്നുന്നു. എല്ലാത്തര ശത്രുതയും പിന്നീട് സ്നേഹമായി പരിണമിച്ചേക്കാം. എന്നാൽ അസൂയ കാരണമായുള്ള ശത്രുത എന്നും നിലനിൽക്കും. നാം ഇല്ലാതിരിക്കുമ്പോൾ ഏഷണി പറയും. നമ്മുടെ മുന്നിൽ വെച്ച് നമ്മെ പുകഴ്ത്തി സംസാരിക്കും. നമുക്ക് വിഷമം നേരിടുമ്പോൾ മനസ്സിൽ സന്തോഷിക്കും. സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവനവനെ തന്നെ സ്വയം പുകഴ്ത്തുകയും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം കണ്ടാൽ അത് പെരുപ്പിച്ചു കാണിച്ച് പരസ്യം ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അവരുടെ ചെറിയ തെറ്റ് വിളിച്ചു പറഞ്ഞ് അവരുടെ നന്മ അടിയിലാക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർ എന്തു ചെയ്താലും അതിന്റെ മീതെ നിൽക്കാൻ അതിലും വലിയ ഒരു കാര്യം ചെയ്തിരിക്കും. അത് പിന്നീട് പറഞ്ഞു നടക്കുകയും ചെയ്യും. അസൂയ ഉള്ളവരുടെ പ്രധാന ജോലികളിലൊന്ന് പാരവയ്പായിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പോലും പറയില്ല. പലരും ഉയർച്ചയിലെത്തുമ്പോഴാണ് ഇക്കൂട്ടർ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നല്ല രീതിയിൽ മുന്നേറുന്നവരെ തരം താഴ്ത്തി ചെറുതാക്കി വിലയിരുത്തി പറയുന്നത് അസൂയയും കുശുമ്പും ഉള്ളവരുടെ ലക്ഷണമാണ്. വിശദമായി പറയുകയാണെങ്കിൽ, ഒന്നാമത്തേത് അമിതമായ വിമർശനം. തുടർച്ചയായി തെറ്റുകൾ കണ്ടെത്തുകയോ നിങ്ങളുടെ നേട്ടങ്ങളെ വിമർശിക്കുകയോ ചെയ്യുന്നത് ഒരാൾക്ക് അവരുടെ അസൂയയെ നേരിടാനുള്ള ഒരു മാർഗമായിരിക്കാം. രണ്ടാമത്തേത് മത്സര സ്വഭാവം. ഒരു വ്യക്തി നിങ്ങളോട് അമിതമായി മത്സരിച്ചേക്കാം. എപ്പോഴും നിങ്ങളുടെ നേട്ടങ്ങളെ മറികടക്കാനും ശ്രമിച്ചേക്കാം. മൂന്നാമത്തെ കാര്യമാണ് അട്ടിമറി. അസൂയാലുക്കളായ വ്യക്തികൾ നിങ്ങളുടെ വിജയത്തെയോ നിങ്ങളുടെ പുരോഗതിയെയോ തടസ്സപ്പെടുത്തുന്നു. അവസരങ്ങളെ മനഃപൂർവ്വം തകർത്തേക്കും. നാലാമത്തെ കാര്യമാണ് നിങ്ങളുടെ നേട്ടങ്ങളെ അവഗണിക്കുകയോ താഴ്ത്തുകയോ ചെയ്യുക. സ്വന്തം സാഹചര്യത്തെക്കുറിച്ച് സ്വയം സംതൃപ്തനാകാൻ അവർ നിങ്ങളുടെ നേട്ടങ്ങൾ നിരസിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തേക്കാം. അഞ്ചാമത്തെ കാര്യമാണ് ഗോസിപ്പിംഗ്. അസൂയാലുക്കളായ വ്യക്തികൾ നിങ്ങളുടെ പ്രസക്തിക്ക് കളങ്കമുണ്ടാക്കാൻ നിങ്ങളെക്കുറിച്ച് കിംവദന്തികളോ ഗോസിപ്പുകളോ പ്രചരിപ്പിച്ചേക്കാം. ആറാമത്തെ കാര്യമാണ് അമിതമായ പ്രശംസയും വിമർശനവും. തുടക്കത്തിൽ പ്രശംസ നൽകുകയും എന്നാൽ അനാവശ്യമായ വിമർശനങ്ങളുമായി അതിനെ പിന്തുടരുകയും ചെയ്യുന്നത് ഒരാൾക്ക് അവരുടെ അസൂയ മറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. ഏഴാമത്തെ കാര്യമാണ് പിൻവലിക്കലും ഒഴിവാക്കലും. അസൂയയുള്ള വ്യക്തികൾ അവരുടെ സ്വന്തം അപര്യാപ്തതയെ അംഗീകരിക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ഒഴിവാക്കാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോയേക്കാം. ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറ്റവും മോശമായ സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. ചെറിയ രീതിയിലെങ്കിലും അസൂയ ഇല്ലാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ കാണുകയുമില്ല. എന്നാൽ ഒരുപാട് വർദ്ധിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൂടി വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായി മാറുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നില്ല. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് മറ്റു വ്യക്തികളോട് അസൂയ തോന്നുന്നത്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരിൽ മുഴുവനും സ്വന്തം കഴിവും സ്വന്തം സ്വപ്നവും കൊണ്ട് മുന്നേറിയവരാണ്. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കഴിവിലും വിശ്വാസത്തിലും മുന്നേറി വിജയിക്കുക. നല്ല ജീവിത സാഹചര്യങ്ങളാൽ മുന്നോട്ടു പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.